ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഇൻഡയസിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ഇൻഡയസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇൻഡയസ് 37 ആണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊവിഷൻ, കണ്ടീജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടീജന്റ് അസറ്റ്സ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡയസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ സ്കോപ്പും ഒബ്ജക്റ്റീവും ഒക്കെ കഴിഞ്ഞു. അതിൽ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇൻഡയസ് 37 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഈ 3 ടേംസ് പ്രൊവിഷൻ, കണ്ടീജന്റ് ലയബിലിറ്റി, കണ്ടീജന്റ് അസറ്റ്, ഈ 3ഉം എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഈ ഇൻഡയസിൽ നമ്മൾ പഠിക്കുന്നത്. അതിലെ ഡെഫിനിഷനിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസൊക്കെ പഠിച്ചു. പ്രൊവിഷൻസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, ലയബിലിറ്റി പഠിച്ചു, അതുപോലെ ഒബ്ലിഗേറ്റിംഗ് ഇവൻ്റ്, ലീഗൽ ഒബ്ലിഗേഷൻ, കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ, ഇങ്ങനെ 5 ഡെഫിനിഷൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഡെഫിനിഷൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഓണറസ് കോൺട്രാക്റ്റ് ആണ്. അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എ ഓണറസ് കോൺട്രാക്റ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഓഫ് ദി ഒബ്ലിഗേഷൻ എക്സീഡ് ദ ബെനിഫിറ്റ്സ് ടു ബി റിസീവ്ഡ്. അതായത് നമുക്ക് ആ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആയിരിക്കും കൂടുതൽ. അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കും അത് മീറ്റ് ചെയ്യാൻ വന്ന കോസ്റ്റ്. അങ്ങനത്തെ കോൺട്രാക്റ്റിന് വിളിക്കുന്ന പേരാണ് ഓണറസ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കോൾ കമ്പനി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോൾ കമ്പനി എടുക്കാം. അവരൊരു കോൾ കമ്പനി എന്ന് വിചാരിക്കുക. അവരിപ്പോൾ ഒരു സ്ഥലം മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അവർ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ അത് മൈൻ ചെയ്തിട്ട് ആ കോള് ഖനനം ചെയ്തിട്ട് എടുക്കാനായിട്ട് വരുന്ന കോസ്റ്റ് ആയിരിക്കും അത് വിറ്റിട്ട് കിട്ടുന്ന കോസ്റ്റിനേക്കാൾ കൂടുതൽ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ കോൾ എടുക്കേണ്ട നമ്മുടെ നാട്ടിലത്തെ സാധാ കൃഷി, ഏതെങ്കിലും ഒരു കൃഷി, നെൽകൃഷി നടത്തിയെന്ന് വിചാരിക്കുക. ആ നെൽകൃഷി ഇറക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനേക്കാൾ കൂടുതലായിരിക്കും അതിന് വന്ന ചിലവെന്ന് വെച്ചാൽ ആ കോൺട്രാക്റ്റിനെ വിളിക്കണം. ഇപ്പോൾ സ്വന്തമായിട്ട് പാടില്ലാത്തവർ എന്ത് കൊടുക്കും? പാട്ടത്തിന് പാടെടുക്കും. അങ്ങനെ പാടം നമ്മൾ പാട്ടത്തിന് മേടിച്ചിട്ട് അതിൽ കൃഷി ഇറക്കി അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കും ഈ കൃഷി ഇറക്കാനായിട്ട് വന്ന ക്യാഷ് കോസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഓണറസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ദ കോസ്റ്റ് ഓഫ് ദി ഒബ്ലിഗേഷൻ എക്സീഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ് ടു ബി റിസീവ്. ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് കോസ്റ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ഓണറസ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഇഫ് an undertaking has a contract that is onerous, the present obligation under the contract should be recorded and measured as a പ്രൊവിഷൻ. ഇനി അങ്ങനെ ഒരു കോൺട്രാക്ട് നമ്മുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എത്രയാണോ അതാണ് നമ്മൾ പ്രൊവിഷനായിട്ട് റെക്കോർഡ് ചെയ്യുക. അതായത് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും ബെനിഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒബ്ലിഗേഷൻ, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്താണോ അതാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത് പഠിക്കാനുള്ളതാണ് ഓണറസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ഇൻ വിച്ച് ദ കോസ്റ്റ് ഈസ് മോർ ദാൻ ദി ബെനിഫിറ്റ്സ് ഓഫ് ദി ഒബ്ലിഗേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീസ്ട്രക്ചറിങ്. അടുത്ത ലാസ്റ്റ് ഡെഫിനിഷനാണ് റീസ്ട്രക്ചർ എന്ന് പറയുന്നത്. റീസ്ട്രക്ചറിങ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ് ബൈ മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റ് പ്ലാനും കൺട്രോളും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ആൻഡ് സിഗ്നിഫിക്കലി ചേഞ്ചസ് ഐദർ ദ സ്കോപ്പ് ഓഫ് എ ബിസിനസ് ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദ ബിസിനസ് ഈസ് കണ്ടക്റ്റഡ്. നമ്മൾ റീസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ മലയാളം മീനിങ്? ഘടന. അതായത് റീസ്ട്രക്ചർ ചെയ്യാന്ന് വെച്ചാൽ അതൊന്ന് മാറ്റുക. അപ്പോൾ അത് ചെയ്യേണ്ട നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാരാണ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. റീസ്ട്രക്ചറിങ്, റീ എഞ്ചിനീയറിങ്, അങ്ങനെ കുറേ ടേമുകളുണ്ട്. അപ്പോൾ റീസ്ട്രക്ചറിങ്ങിന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് ഡിസൈൻഡ് ആൻഡ് പ്ലാൻഡ് ബൈ ദി മാനേജ്മെൻറ്റ്. നമ്മുടെ ഓർഗനൈസേഷനിലത്തെ അക്കൗണ്ടിങ് സ്ട്രക്ചറൊക്കെ അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ചേഞ്ച് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ സ്കോപ്പും ചേഞ്ച് ചെയ്യും. അതുപോലെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് അതും നമുക്ക് മാറ്റങ്ങൾ വരും. അതാണ് പറയുന്നത് സിഗ്നിഫിക്കലി ചേഞ്ചസ് എയ്തർ ദി സ്കോപ്പ് ഓഫ് എ ബിസിനസ്, നമ്മുടെ കമ്പനിയുടെ കവറേജ് ചേഞ്ച് ചെയ്യും. അതുപോലെ ദ മാനർ ഇൻ വിച്ച് ദാറ്റ് ബിസിനസ് ഈസ് കണ്ടക്റ്റഡ്. ഏത് രീതിയിലാണോ നമ്മൾ ഇത്രയും നാളും ആ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് ആ മാനർ മാറ്റിയിട്ട് പുതിയൊരു രീതി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ മൊത്തം നമുക്ക് 7 ഡെഫിനിഷൻസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊവിഷൻസിൻ്റെ പഠിച്ചു. എന്താണ് പ്രൊവിഷൻ? ഇറ്റ് ഈസ് എ ലൈബിലിറ്റി ഓഫ് അൺസർട്ടൈൻ ടൈമിംഗ് ഓർ എമൗണ്ട്. ഫ്യൂച്ചറിൽ നടക്കാവുന്ന ഒരു ഐറ്റത്തിൻ്റെ ഒരു എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ. പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള 2 ഡെഫിനിഷൻസ് ആണ് ഇവിടെ ഓണറസ് കോൺട്രാക്റ്റും അതുപോലെ റീസ്ട്രക്ചറിങ്ങും എന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം. ആ ഓർഡറിൽ തന്നെ പഠിക്കട്ടെ. കാരണം പ്രൊവിഷൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പിന്നെ നമ്മൾ പഠിച്ച ലൈബിലിറ്റി. ദെൻ ഒബ്ലിഗേറ്റിംഗ് ഇവന്റിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് നമ്മുടെ ലീഗൽ ഒബ്ലിഗേഷനായിട്ട് വരുന്നത്. അപ്പോൾ അതങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻസ് ആൻഡ് അതർ ലൈബിലിറ്റി. പ്രൊവിഷൻസും അതർ ലൈബിലിറ്റികളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇപ്പോൾ എന്താ ചെറിയൊരു വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. Ind AS 37 distinguish provisions from other liability. For provision, there is uncertainty about the timing or amount of future expenditure. ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരു എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ട് അൺസർട്ടനിറ്റി ഉണ്ട്. 2 കാര്യങ്ങളെ കുറിച്ചിട്ട് എപ്പോൾ അത് വരും, അതുപോലെ എത്ര എമൗണ്ട് ആയിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ആ ഒരു ലൈബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ദർ ഈസ് ആൻ അൺസർട്ടനിറ്റി അബൌട്ട് ദി ടൈമിംഗ് ഓർ എമൗണ്ട് ഓഫ് ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ. ഭാവിയിൽ നമുക്ക് വരാവുന്ന എക്സ്പെൻസിനെ കുറിച്ച് എപ്പോൾ സംഭവിക്കും, എത്ര എമൗണ്ട് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത ആ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. In the case of other liability, the uncertainty is generally much lesser than the provision. അതർ ലൈബിലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് അതും ഫ്യൂച്ചറിൽ നടക്കേണ്ട ഒരു എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അതിനും അൺസർട്ടനിറ്റി ഉണ്ട് റിഗാർഡിംഗ് ദ ടൈമിംഗ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓർ ടൈമിംഗ് ഓർ ദി എമൗണ്ട്. പക്ഷേ അത് പ്രൊവിഷനെ വെച്ചതിനേക്കാളും അതിനേക്കാൾ അൺസർട്ടനിറ്റി കുറവുള്ള ഐറ്റംസ് ആണ് അതർ ലൈബിലിറ്റി അണ്ടറിൽ വരിക. ഓക്കെ, അപ്പോൾ ഹൈ റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഹൈ അൺസർട്ടനിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഏത് വരിക? പ്രൊവിഷൻസിൽ വരിക. അതിനേക്കാൾ റിസ്ക്കും അതുപോലെ അൺസർട്ടനിറ്റിയും കുറവുള്ള ഐറ്റംസ് ആണ് ഏതിൽ വരിക? അതർ ലൈബിലിറ്റിയിൽ വരിക. അതാണ് Ind AS 37 പ്രകാരം പ്രൊവിഷൻസും അതർ ലൈബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രൊവിഷൻസിലാണെങ്കിൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ റിസ്ക് അബൌട്ട് ദി ടൈമിംഗ് or amount of future expenditure is very high, but in the case of other liability it is comparatively less. As compared to provision it is less. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറവാണെന്നാ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പ്രൊവിഷൻസും അതർ ലൈബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജന്റ് ലൈബിലിറ്റി. നേരത്തെ നമ്മൾ അതർ ലൈബിലിറ്റി തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് പ്രൊവിഷൻസും കണ്ടീജന്റ് ലൈബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. ഓൾ പ്രൊവിഷൻസ് ആർ കണ്ടീജന്റ് ബിക്കോസ് ദേ ആർ അൺസർട്ടൈൻ ഇൻ ടൈമിംഗ് ഓർ എമൗണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും അൺസർട്ടൈൻ ആണ്. കാരണം എന്താണ്? ഫ്യൂച്ചറിൽ എപ്പോൾ സംഭവിക്കുമെന്നോ അതുപോലെ എത്ര എമൗണ്ട് ആവണമെന്നോ യാതൊരു ഐഡിയയും ഇല്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ എന്തായിട്ട് എഴുതാമെന്ന് നമ്മൾ പഠിച്ചു, പ്രൊവിഷൻസ് ആയിട്ട് എഴുതാമെന്ന് പഠിച്ചു. കാരണം പ്രൊവിഷൻസിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈബിലിറ്റി ഓഫ് അൺസർട്ടൈൻ ടൈമിംഗ് ഓർ എമൗണ്ട്. എപ്പോൾ സംഭവിക്കും അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ലൈബിലിറ്റികളാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. Then, but the term contingent liabilities are not recognized in financial statement because their existence will be confirmed only by the occurrence or non-occurrence of one or more uncertain future event. പക്ഷേ Ind AS പ്രകാരം ഒരിക്കലും കണ്ടീജന്റ് ലൈബിലിറ്റി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടീജന്റ് ലൈബിലിറ്റിയുടെ കൺഫർമേഷൻ എപ്പോഴും നടക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ അത് ഇന്ന ദിവസം നടക്കും അല്ലെങ്കിൽ നടക്കില്ല എന്നൊരു ഷുവർട്ടി കിട്ടിയാൽ മാത്രമേ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ Ind AS 37 പ്രകാരം കണ്ടീജന്റ് ലൈബിലിറ്റി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറില്ല. ഓക്കെ, ദ ടേം കണ്ടീജന്റ് ലൈബിലിറ്റി ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് their existence will be recognized. കണ്ടീജന്റ് ലൈബിലിറ്റികളുടെ എക്സിസ്റ്റൻസ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇന്ന ദിവസം നടക്കുമെന്നൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അത് നടക്കില്ല എന്നൊരു കൺഫർമേഷൻ കിട്ടണം. ഈ 2 കേസിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടീജന്റ് ലൈബിലിറ്റി അക്കൗണ്ടിങ്ങിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദ ടേം കണ്ടീജന്റ് ലൈബിലിറ്റി ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് their existence will be confirmed only by the occurrence or non-occurrence of one or more uncertain future events. Thus, they are not liability. അതുകൊണ്ട് തന്നെ കണ്ടീജന്റ് ലൈബിലിറ്റിനെ ഒരിക്കലും Ind AS 37 പ്രകാരം ഒരു ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ബട്ട് പ്രൊവിഷൻസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ലൈബിലിറ്റി. പക്ഷെ നമ്മൾ പ്രൊവിഷൻസ് എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്?
ലൈബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടീജന്റ് ലൈബിലിറ്റി എപ്പോഴാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കില്ല, അല്ലെങ്കിൽ ഇന്ന ദിവസം നടക്കുമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ, ഒരു അഷുറൻസ് കിട്ടിയാൽ മാത്രമേ, നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് കണ്ടീജന്റ് ലൈബിലിറ്റി ഒരിക്കലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യാറില്ല? ഒരു ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. പ്രൊവിഷൻസ് ഒരു ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. പ്രൊവിഷൻസ് ഈസ് റിഗാർഡഡ് ആസ് ലൈബിലിറ്റി, ബട്ട് കണ്ടീജന്റ് ലൈബിലിറ്റീസ് ആർ നോട്ട് റിഗാർഡഡ് ആസ് ലൈബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് റെക്കഗ്നിഷൻ ഓഫ് പ്രൊവിഷൻ. എപ്പോഴാണ് നമ്മൾ ഇതൊരു പ്രൊവിഷനായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത്? എ പ്രൊവിഷൻ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഓൾ ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ മെറ്റ്. നമ്മൾ ഇനി താഴെ പറയുന്ന ഒരു 4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊരു പ്രൊവിഷനായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ബാധ്യത ഉണ്ടാവണം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിറ്റു, ആ പ്രൊഡക്റ്റ് വിറ്റിട്ട് അത് കസ്റ്റമേഴ്സിന് ഡിസാറ്റിസ്ഫാക്ഷൻ വന്നു. ഡിസാറ്റിസ്ഫാക്ഷൻ വന്ന എല്ലാ പ്രൊഡക്റ്റും റീഫണ്ട് ചെയ്യും എന്നുള്ളൊരു പോളിസിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ ഈ വിറ്റ സാധനം തിരിച്ചു കൊണ്ടുവന്നു, ആ ഒരു കസ്റ്റമർ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നുള്ള കാശ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ? എന്താണ്? അയാൾ ആ ഒരു ഡിസാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിറ്റത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വേണം? അത് നമുക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. അത് മേടിച്ച് വെച്ചിട്ട് അതിന് പകരം ക്യാഷ് കൊടുക്കണം. ആ ക്യാഷ് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ നമ്മൾ തിരിച്ചു കൊടുക്കാമെന്നൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ് ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മേടിച്ച് വെച്ചിട്ട് പകരം നമ്മൾ ക്യാഷ് കൊടുക്കണം. അതാണ് പറയുന്നത് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. ടു ബിക്കം എ പ്രൊവിഷൻ ഇറ്റ് മസ്റ്റ് ബി ലൈബിലിറ്റി. ഇറ്റ് മസ്റ്റ് ബി എ ലൈബിലിറ്റി ഫസ്റ്റ്. ദർ മസ്റ്റ് ബി എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അറ്റ് ദി ബാലൻസ് ഷീറ്റ് ഡേ. നമുക്കിപ്പോൾ ഒരു ബാധ്യത, ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റോ രൂപത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവണം എന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ഇവൻറ്റ്. ഈ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്തുണ്ടായിരിക്കണം? ഒരു പാസ്റ്റ് ഇവൻറ്റ് ഉണ്ടായിരിക്കണം. ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എന്തായിരിക്കും പാസ്റ്റ് ഇവൻറ്റ്? ഞാൻ ആ പ്രൊഡക്റ്റ് വിറ്റത്, അതാണ് പാസ്റ്റ് ഇവൻറ്റ്. അപ്പോൾ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മാത്രം ഉണ്ടായാൽ പോലെ അതിന് എന്തുണ്ടായിരിക്കണം? അതിനൊരു പാസ്റ്റ് ഇവൻറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലത്തെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആള് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് മേടിച്ച് വെച്ചിട്ട് പകരം അയാൾ നേരത്തെ തന്ന ക്യാഷ് തിരിച്ചു കൊടുത്തു. അതാണ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഇതിൻ്റെ പാസ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രൊഡക്റ്റ് ആൾക്ക് വിറ്റിട്ടുണ്ട്. അതാണ് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്. ദർ ഷുഡ് ബി എ പാസ്റ്റ് ഇവൻറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്റിംഗ് ഇവൻറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡെഫിനിഷനിൽ പഠിച്ചതാണ് എന്താണ് ഒബ്ലിഗേറ്റിംഗ് ഇവൻറ്റ് എന്ന്. അങ്ങനെ ഒരു ഒബ്ലിഗേറ്റിംഗ് ഇവൻറ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് റെഫേഴ്സ് ടു എ ഒബ്ലിഗേഷൻ അറൈസിംഗ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്. ഇറ്റ് ഈസ് ആൻ ഇവൻറ്റ് ദാറ്റ് ക്രിയേറ്റ് എ ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ. നമുക്ക് ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത്. ഷുഡ് ബി എ പാസ്റ്റ് ഇവൻറ്റ്. ആദ്യം നമുക്ക് ഇപ്പോൾ ഒരു ബാധ്യത ഉണ്ടായിരിക്കണം. ആ ബാധ്യത ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാസ്റ്റ് ഇവൻറ്റ് മുമ്പ് ഉണ്ടായിട്ടിരിക്കണം. Then third condition is probable outflow of resources embodying economic benefits. There must be a probable outflow of resources in order to settle the obligation. അപ്പോൾ നമുക്കിപ്പോൾ എന്തുണ്ട്? പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ സെറ്റിൽമെൻറ്റ് നടത്താനായിട്ട് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആ പ്രൊഡക്റ്റ് മേടിച്ച് വെച്ചിട്ട് പകരം നമ്മൾ അതേപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് എടുത്തു കൊടുക്കും. ചിലപ്പോൾ സൈസ് ഫിറ്റ് ആവാത്ത കാരണമാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാൾ നേരത്തെ കൊണ്ടുപോയ സപ്പോസ് ഇപ്പോൾ ഒരു ചെരുപ്പാണെന്ന് വിചാരിക്കുക, നേരത്തെ കൊണ്ടുപോയ ചെരുപ്പ് തിരിച്ച് മേടിച്ചിട്ട് അടുത്ത സൈസിലുള്ളത് ചെരുപ്പ് അയാൾക്ക് കൊടുക്കും. അപ്പോൾ എന്താണ് അവിടെ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടായി. അല്ലെങ്കിൽ നെക്സ്റ്റ് സൈസിനുള്ള ചെരുപ്പ് എൻ്റെ കടയിലില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് മേടിച്ചിട്ട് അയാൾക്ക് ആ കാശ് അയാൾ നേരത്തെ തന്ന ക്യാഷ് നമ്മൾ തിരിച്ചു കൊടുക്കും. ഏത് തന്നെ ആയാലും അവിടെ എന്തുണ്ട്? ഔട്ട്ഫ്ലോ ഉണ്ട്. ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഗുഡ്സ് ആയിട്ടാവും തിരിച്ച് പുറത്തേക്ക് പോകണ്ടാവുക, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാവും പോകണ്ടാവുക. ഏതായാലും കുഴപ്പമില്ല. പക്ഷെ എന്താണ് നിർബന്ധം? അവിടെ ഒരു ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത്. The fourth one, reliable estimate of the obligation. When a liability exists but no reliable estimates can be met, it cannot be recognized as a provision.
അതായത് കൃത്യമായിട്ട് ഒരു ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റണം. അതായത് ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റിന് പകരം വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കണം, അതിൻ്റെ ഈക്വൽ വാല്യൂ ഉള്ള, സപ്പോസ് ഇപ്പോൾ അയാൾ മേടിച്ചു കൊണ്ടുപോയ ചെരുപ്പിന് 100 രൂപയെന്ന് വിചാരിക്കുക. ദെൻ ഇയാൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് അടുത്ത സൈസ് വാങ്ങിപ്പോയപ്പോൾ ആ ചെരുപ്പിന് 110 ആയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 100 രൂപ കുറച്ചിട്ട് 10 രൂപ ആളിന് മേടിക്കും. അപ്പം നമുക്ക് കൃത്യമായിട്ട് ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കേസാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്യാതെ നമ്മൾ എന്താ ചെയ്യുക, ആ ചെരുപ്പ് ഇങ്ങോട്ട് മേടിച്ച് വെച്ചിട്ട് ആ ചെരുപ്പിന് അന്ന് നമ്മൾ എത്ര രൂപയാണ് മേടിച്ചത്, 100 രൂപ, ആ 100 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടല്ല, ആ പ്രസൻറ്റ് ഒബ്ലിഗേഷന് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനത്തെ അല്ലാത്തത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല, ഒരു പ്രൊവിഷനായിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു ഇവൻറ്റ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, പ്രൊവിഷനായിട്ട് ട്രീറ്റ് ചെയ്യുക. ഒന്നാമത്തത് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പം നമുക്കൊരു ബാധ്യത ഉണ്ടായിരിക്കണം, അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു പാസ്റ്റ് ഇവൻറ്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ദെൻ എന്ത് ചെയ്യണം, നമുക്ക് അത് കൃത്യമായിട്ട് എക്കണോമിക് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും രൂപത്തിൽ, ക്യാഷ് രൂപത്തിലോ ഗുഡ്സ് രൂപത്തിലോ ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും ഒരു റിസോഴ്സസ് പുറത്തേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ അത് കൃത്യമായിട്ട് നമുക്ക് റിലയബിളി മെഷറബിൾ ആയിരിക്കണം. എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനും പറ്റണം. ഓക്കെ, ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രൊവിഷൻ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊവിഷൻ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ തന്നെയാണ്. എ റീറ്റെയിൽ സ്റ്റോർ ഹാസ് എ പോളിസി ഓഫ് റീഫണ്ടിങ് ഡിസാറ്റിസ്ഫൈഡ് ഗുഡ്സ് ബൈ മേക്കിംഗ് റീഫണ്ട് ഓഫ് എമൗണ്ട്. സ്റ്റേറ്റ് വെദർ പ്രൊവിഷൻ ഓഫ് റീഫണ്ട് ക്ലെയിം ഈസ് റിക്വയർഡ് ഓർ നോട്ട്. അതായത് ഒരു റീറ്റെയിൽ സ്റ്റോറിനുള്ള ഒരു പോളിസിയാണ്. ഏതെങ്കിലും ഒരു കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് മേടിച്ചു കൊണ്ട് പോയിട്ട് പിന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ വന്നിട്ട് പ്രൊഡക്റ്റ് തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മൾ ഫണ്ട് റീഫണ്ട് ചെയ്യും. റീപ്ലേസ്മെൻ്റ് അല്ല, റീഫണ്ടിങ് തന്നെയാണ്. ആ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് മേടിച്ചിട്ട് നമ്മൾ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കുന്ന ഒരു പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അത് നമുക്കൊരു പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 4 കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ്, ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു ക്ലെയിം വന്നേക്കാണ്, ഒരു കസ്റ്റമർ, ഇപ്പോൾ ഞാൻ ഒരു സാധനം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വന്നു. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഞാൻ ആ റീറ്റെയിൽ സ്റ്റോറിൽ പോയിട്ട് ഞാൻ പറയുകയാണ്, ഇതാ കഴിഞ്ഞ ദിവസം മേടിച്ച പ്രൊഡക്റ്റാണ്, എനിക്കിതിപ്പോൾ വേണ്ട എന്ന് പറയുന്നു. അതാണ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, പാസ്റ്റ് ഇവൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ 2 ദിവസം മുമ്പാണ് ആ കടയിൽ നിന്ന് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് പാസ്റ്റ് ഇവൻറ്റ് ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. അതായത് ഈ കടക്കാരൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതിന് പകരം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അന്ന് മേടിച്ച ക്യാഷ് എനിക്ക് തിരിച്ചു തരും. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ, കൃത്യമായിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ വില അറിയാം. കാരണം ഞാൻ മേടിച്ചതാണ്, മുമ്പ് ഞാൻ മേടിച്ചിട്ടുള്ള എമൗണ്ട് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ, ഹെൻസ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ പ്രൊവിഷൻ. അതാണ് എഴുതിയേക്കുന്നത്. ദർ ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഒബ്ലിഗേറ്റിംഗ് ഇവൻ. ഇപ്പോൾ ഒരു പ്രസൻറ്റ് ക്ലെയിം വന്നേക്കാണ്, റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ വന്നേക്കാണ്. അപ്പോൾ അവിടെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. പാസ്റ്റ് ഇവൻറ്റ് ഈസ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. ദെൻ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് വിത്ത് എക്കണോമിക് ബെനിഫിറ്റ് ഈസ് പ്രോബബിൾ. നമുക്ക് എത്ര രൂപ പുറത്ത് പോകുമെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ എസ്റ്റിമേറ്റ്സ് ഓഫ് റീഫണ്ട് ഹാസ് ടു ബി മെയ്ഡ്. അതിൻ്റെ എസ്റ്റിമേറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ഹെൻസ് ഇറ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ആസ് എ പ്രൊവിഷൻ. അതുകൊണ്ട് നമുക്ക് ഇത് എന്തായിട്ട് ചെയ്യാം, ഒരു പ്രൊവിഷനായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പ്രോബ്ലമായിട്ട് വരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എ TV manufacturer undertakes to make goods by repair or replacement. State whether provisions for warranty claim is required or not. അതായത് ഒരു TV മാനുഫാക്ചറർ ആണ്, അയാൾ TV ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റിപ്പയറോ റീപ്ലേസ്മെൻറ്റോ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഒരു റിപ്പയറോ റീപ്ലേസ്മെൻറ്റോ വരാണെങ്കിൽ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് ആ TV മാനുഫാക്ചറർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്റ്റേറ്റ് വെദർ ദ പ്രൊവിഷൻ ഫോർ വാറണ്ടി ക്ലെയിം ഈസ് റിക്വയർഡ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ ഈ വാറണ്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നാണ് ചോദ്യം.
അതായത് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തത് കൊണ്ട് എന്തിനുള്ള സാധ്യതയുണ്ട്, ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഒരു വാറണ്ടി ക്ലെയിം ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കിപ്പോൾ എല്ലാത്തിനും ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ടി വിയും പെർഫെക്റ്റ് കണ്ടീഷനാവും, കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് യാതൊരു ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ പ്രോബബിലിറ്റി ഉണ്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇങ്ങനൊരു വാറണ്ടി ക്ലെയിം ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിനൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണ്ടേ എന്നാണ് ചോദ്യം. നേരത്തെ പോലെ തന്നെ നമ്മൾ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, പ്രസന്റ് ഒബ്ലിഗേഷൻ. ഏതെങ്കിലും ഒരു, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കസ്റ്റമർ വന്നിട്ടില്ല, പക്ഷെ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ടോയെന്ന് ചെക്ക് ചെയ്താലും മതി. നമ്മളിങ്ങനെ ഒരു അഷുറൻസ് കൊടുത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരത് വാറണ്ടി ക്ലെയിം ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, പ്രസന്റ് ഒബ്ലിഗേഷൻ വരും. അപ്പോൾ അത് കൃത്യമായിട്ടുണ്ടാവും. ഒന്നാമത്തെ കണ്ടീഷൻ ഉണ്ട്. ദെൻ പാസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി സെയിൽസ് നടത്തിയിട്ടുണ്ടാവും. സെയിൽസ് നടത്തിയവരല്ലേ കംപ്ലൈൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ പാസ്റ്റ് ഇവന്റും അവിടെ നടന്നിട്ടുണ്ടാവും. ദെൻ വാറണ്ടി ക്ലെയിം ആയിട്ട് വന്നാൽ നമുക്ക് എന്തായാലും എന്തുണ്ടാവും, ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ക്യാഷ് എക്സ്പെൻസസ് വരും. അല്ലെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും, പകരം വേറൊരു ടി വി കൊടുക്കേണ്ടതായിട്ട് വരും. ഏത് തന്നെ ആയാലും നമുക്ക് എന്തുണ്ടാവും, ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടാവും. ക്യാഷ് അല്ലെങ്കിൽ ടി വി ആയിട്ട് അത് പുറത്തേക്ക് പോകും. ദെൻ നമുക്ക് കൃത്യമായിട്ട് അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത്ര രൂപ ചിലവായെന്ന് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വാറണ്ടി കൊടുത്തത് കൊണ്ട്, അതേസമയം ഞാനിപ്പോൾ ടി വി വിൽക്കുന്നു, പ്രത്യേകിച്ച് ഒരു വാറണ്ടിയും കൊടുക്കണില്ല, നിങ്ങളിപ്പോൾ മേടിച്ച് പോക്കുക, പിന്നെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അഷുറൻസ് കിട്ടാത്തത് കൊണ്ട് ഒരു കസ്റ്റമറും ഇങ്ങോട്ട് തിരിച്ച് വരില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഇവിടെ നിന്ന് ചില കടകളിലുണ്ട് റിട്ടേൺ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ കടയിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മളൊരു സാധനം മേടിച്ച് വന്നിട്ട് തിരിച്ചത് കൊണ്ടു കൊടുക്കാനായിട്ട് പോവില്ല. കാരണം അവിടെ കൊണ്ടുപോയാലും അവരവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. ആ കടക്കാർക്കൊന്നും എന്ത് വേണ്ട, ഇതിനായിട്ടൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കില്ല. നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിരുന്നു, വിറ്റത് തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും തിരിച്ചു തരാനായിട്ട് വരില്ല. നമ്മൾ അതിനായിട്ട് പ്രത്യേകിച്ചൊരു പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പറഞ്ഞ 2 പ്രോബ്ലത്തിലും എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്, ആദ്യത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നോളൂ, ഞാനത് ഫണ്ട് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2ാമത്തെ പ്രോബ്ലത്തിൽ അത് ടി വിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായാലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നോളൂ, ഞാനത് റിപ്പയർ ചെയ്ത് തരാമെന്നൊരു അണ്ടർടേക്കിങ് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരാളും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല, റീഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരില്ല. അപ്പം അങ്ങനെ ഒരു ഫ്യൂച്ചർ അൺസർട്ടനിറ്റി അവിടെ നിലനിൽക്കണില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ചെയ്യേണ്ട, അതിനായിട്ടുള്ള പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം, പാസ്റ്റ് ഇവന്റ് ഉണ്ടായിരിക്കണം, അത് കൃത്യമായിട്ട് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഈ ക്വാണ്ടിഫൈ ചെയ്ത എമൗണ്ടിൻ്റെ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊവിഷനെ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത്, ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊവിഷൻസ് റെക്കഗ്നൈസ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കൺസിഡർ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി അതെങ്ങനെയാണ് മെഷർമെൻറ്റ് നടത്തേണ്ടതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. എ പ്രൊവിഷൻ ഈസ് മെഷേർഡ് അറ്റ് ദി ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ റിക്വയർഡ് ടു സെറ്റിൽ ദ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അറ്റ് ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അതായത് നമ്മൾ ആ ഒബ്ലിഗേഷൻ, നമുക്കൊരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ, ഒന്നല്ലെങ്കിൽ നമ്മുടെ ടി വി മാനുഫാക്ചറുടെ കേസ് പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ അത് റീപ്ലേസ് കൊടുക്കണം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ റീറ്റെയിൽ സ്റ്റോറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ അതിന് പകരം വേറൊരു പ്രൊഡക്റ്റ് എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഫണ്ട് റീഫണ്ട് ചെയ്യണം. അത് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര എക്സ്പെൻഡിച്ചർ വന്നു അതാണ് നമ്മൾ, ആ വാല്യൂ ആണ് നമ്മൾ പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. പ്രൊവിഷൻ ഈസ് മെഷേർഡ് അറ്റ് ദി ബെസ്റ്റ് എസ്റ്റിമേറ്റ്. ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഏതാണെന്ന് മീനിങ് ഞാൻ ഇതിൻ്റെ പറയുന്നുണ്ട്, തൽക്കാലം അത്രയ്ക്കുള്ളൂ. ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര എക്സ്പെൻഡിച്ചർ വന്നു, എത്ര രൂപയുടെ ചിലവാണ് വന്നത്, അതാണ് നമ്മൾ
ആ പ്രൊവിഷൻ്റെ എമൗണ്ട് ആയിട്ട് മെഷർമെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ, ഇസ് ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ റിക്വയർഡ് ടു സെറ്റിൽ ദ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അറ്റ് ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ആ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വന്ന എക്സ്പെൻഡിച്ചറാണ് ആ ഒരു പ്രൊവിഷൻ്റെ മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, ഇനി ബെസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് എസ്റ്റിമേറ്റ്സ് ഇസ് ദ എമൗണ്ട് ദാറ്റ് ആൻ എൻറ്റിറ്റി വുഡ് ബി പെയ്ഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ അറ്റ് ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഓർ ടു ട്രാൻസ്ഫർ ടു എ തേർഡ് പാർട്ടി. അത് തന്നെയാണ് നമ്മൾ ആ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനായിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എത്ര രൂപ ചിലവായി അതിന് വിളിക്കുന്ന പേരാണ് ബെസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ അതെന്തുണ്ടോ വേറെ ആളെ ട്രാൻസ്ഫർ ചെയ്യേണ്ട, ഏതായാലും കുഴപ്പമില്ല, എത്ര രൂപയാണോ ആ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അതാണ് ബെസ്റ്റ് എസ്റ്റിമേറ്റ്. ആ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ അക്കൗണ്ട്സ് വരയ്ക്കുമ്പോൾ പ്രൊവിഷനായിട്ട് മെഷർമെൻറ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോൾ ടി വി മാനുഫാക്ചറുടെ കേസിലാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് എത്ര രൂപ വന്നു അതാണ് അതിൻ്റെ പ്രൊവിഷനായിട്ട് മെഷർമെൻറ്റ് നടത്തുക. അതിന് മുമ്പത്തെ കേസിലാണെങ്കിൽ ആ ഡിസാറ്റിസ്ഫൈഡ് ആയ പ്രൊഡക്റ്റ് ഒന്നല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കുക. അതിന് എത്ര രൂപ മൊത്തം ചിലവായി അതിന് അതാണ് പ്രൊവിഷൻ എന്ന പേരിൽ അതിൻ്റെ മെഷർമെൻറ്റ് നടത്തുക. ഓക്കെ, then the estimation of outcome and financial effects are determined by the judgment of the management supplemented by experience of similar transactions and reports from expert. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നടത്തേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻ റോൾ ഉള്ളത് ആർക്ക് തന്നെയാണ്? മാനേജ്മെൻറ്റിനാണ് മെയിൻ റോൾ ഉള്ളത്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞോണം റിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര രൂപ നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര രൂപ എടുക്കണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? മാനേജ്മെൻ്റ് ആണ്. സപ്ലിമെൻറ്റഡ് ബൈ അതിനോട് കൂടി എന്തുകൂടി അവർ നോക്കണം? എക്സ്പീരിയൻസ് ഓഫ് സിമിലർ ട്രാൻസാക്ഷൻ. ഇതിനു മുമ്പും ഇതുപോലത്തെ പല വാറണ്ടികളും ക്ലെയിമുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം. അതുപോലെ റിപ്പോർട്ട്സ് ഫ്രം എക്സ്പെർട്ട്, ഈ ഫീൽഡിലെ എക്സ്പേർട്സ് ആയുള്ള പലരോടും നമുക്ക് സജഷൻസ് ചോദിച്ചിട്ട് ആ ഒരു ബേസിൻ്റെ മുകളിലാണ് നമ്മൾ ആ ബെസ്റ്റ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പ്രൊവിഷനായിട്ട് മെഷർമെൻറ്റ് നടത്തുക. ആ ബെസ്റ്റ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാനേജ്മെൻ്റ് ആണ്. അവർ എങ്ങനെ തീരുമാനം എടുക്കും? നമ്മുടെ മുമ്പത്തെ ഇതുപോലത്തെ സിമിലർ ട്രാൻസാക്ഷൻസ് ഉണ്ടായപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തിയതെന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഫീൽഡിലുള്ള എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു സജഷൻസ് എടുത്തിട്ട് അതും കൂടി ക്ലബ് ചെയ്തിട്ട് വേണം നമ്മൾ ബെസ്റ്റ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതാണ് പറഞ്ഞത് എസ്റ്റിമേഷൻ ഓഫ് ഔട്ട്കം ഓർ ഫിനാൻഷ്യൽ എഫക്ട്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദി മാനേജ്മെൻറ്റ്. മെയിനായിട്ടും ഉള്ളത് മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻ്റ് ആണ്. സപ്ലിമെൻറ്റഡ് ബൈ എന്ന് വെച്ചാൽ സപ്പോർട്ടഡ് ബൈ, അതിനൊരു സപ്പോർട്ടായിട്ട് എക്സ്പീരിയൻസ് ഓഫ് സിമിലർ ട്രാൻസാക്ഷനും അതുപോലെ റിപ്പോർട്ട്സ് ഫ്രം എക്സ്പേർട്ടും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എത്രയാണ് എമൗണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് നടത്തേണ്ടത്. എളുപ്പമാണ്. എത്രയാണോ നമ്മൾ ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ സെറ്റിൽമെൻറ്റ് നടത്താനായിട്ട് നമുക്ക് വന്ന എക്സ്പെൻസ് അതാണ് നമ്മുടെ പ്രൊവിഷനായിട്ടുള്ള മെഷർമെൻ്റ് ആയിട്ട് നടത്തുക. ഓക്കെ, താങ്ക് യു.